ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു വയറിംഗ് പ്രോബ്ലവുമായിട്ടാണ്. നമ്മുടെ ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു റൂമിൽ എങ്ങനെ നമുക്ക് വയറിംഗ് ചെയ്യാം, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. പല ഡിസൈനിൽ നമുക്ക് വയറിംഗ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലത്തിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡ്രോ ദ സ്കീമാറ്റിക് ഡീറ്റെയിൽഡ് വയറിംഗ് ഡയഗ്രാം ഓഫ് 3 light points, one fan point, 2 5 ampere plug point with earth. One fan and one light point are controlled with two-way switches in two switchboards located at two different positions. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3 ലൈറ്റ് പോയിൻറ്റും ഒരു ഫാനും 2 5 ആംപിയർ പ്ലഗ് പോയിൻറ്റും അത് എർത്ത് ചെയ്യുകയും വേണം. ഈ 3 ലോഡുകൾ നമുക്ക് വയറിംഗ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ലോഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ലോഡാണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത് ഇവിടെ വല്ല കണ്ടീഷൻസും കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ തന്നിട്ടുള്ള ലോഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 3 ലൈറ്റ് പോയിൻറ്റ്, അതേപോലെ ഒരു ഫാൻ പോയിൻറ്റ്, അതേപോലെ 2 5 ആംപിയറിൻ്റെ പ്ലഗ് പോയിൻറ്റ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 3 ലോഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 ലോഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പ്ലഗ് പോയിൻറ്റ്, ലൈറ്റ് പോയിൻറ്റ്, ഫാൻ പോയിൻറ്റ്. ഇത് മൂന്നാണ് നമുക്ക് വേണ്ട ലോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് കണ്ടീഷൻസ് ആണ്. ഇവിടെ ഏതൊക്കെ കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ 3 ലോഡിൽ ഒരു ഫാനും ഒരു ലൈറ്റ് പോയിൻറ്റും 2-വേ സ്വിച്ചസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-വേ സ്വിച്ചസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ പറഞ്ഞത് ഈ 5 ആംപിയറിൻ്റെ പ്ലഗ് പോയിൻറ്റ് എർത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ട് പറഞ്ഞത് 2 സ്വിച്ച് ബോർഡുകളിലായിട്ടാണ് ഈ ഒരു വയറിംഗ് മൊത്തം വെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്വിച്ച് ബോർഡും 2 ഡിഫറെൻറ്റ് പൊസിഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ വേറെ സ്ഥലത്താണ് 2 സ്വിച്ച് ബോർഡ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാം, ഇതിൻ്റെ സ്കീമാറ്റിക് മോഡൽ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. എങ്ങനെ വയറിംഗ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അതേപോലെ ഇതെങ്ങനെ ഡ്രോ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കണേ 2 സ്വിച്ച് ബോർഡിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 2 സ്വിച്ച് ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് 2 സ്വിച്ച് ബോർഡ് വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് മാർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 സ്വിച്ച് ബോർഡിലായിട്ടാണ് ഇത് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ലോഡുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോഡായിട്ട് ഒരു 3 ലൈറ്റ് പോയിൻ്റ് ഉണ്ട് നമുക്കറിയാം, അതേപോലെ ഒരു ഫാൻ പോയിൻ്റ്, പിന്നീട് 2 5 ആംപിയറിൻ്റെ പ്ലഗ് പോയിൻ്റ്. ഇങ്ങനെ 3 ലോഡുകളാണുള്ളത്. അത് നമുക്ക് ഇവിടെ നിന്ന് വരച്ച് വെക്കാം. നമുക്ക് ലോഡ് ഇവിടെ കൊണ്ടുവരാം. ഒരു ലൈറ്റ് സോഴ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ 3 ലൈറ്റ് സോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു ഫാന് നമുക്കവിടെ ആവശ്യമുണ്ട്. പിന്നീട് നമുക്ക് 2 ഇവിടെ കണ്ടോ, ഇവിടെ 2 5 ആംപിയറിൻ്റെ പ്ലഗ് പോയിൻറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും കണക്ഷൻസ് ആയി. ഇപ്പോൾ നമുക്ക് പ്ലഗ് പോയിൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, 3 ബൾബ് ഉണ്ട്, ഒരു ഫാനും ഉണ്ട്. അപ്പോൾ ഇത്രയും ലോഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ ഈ ലോഡുകൾ മുഴുവൻ നമ്മൾ വരച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഫാനും അതേപോലെ തന്നെ ഈ പറഞ്ഞ ലൈറ്റ് ലോഡ്സൊക്കെ നമ്മൾ പുറത്താണ് വെക്കുക. ഈ സ്വിച്ച് ബോർഡിലുണ്ടാവുക സ്വിച്ചസും ഈ പറഞ്ഞ സോക്കറ്റുമാണ് ഉണ്ടാവുക. ഇനി ഇതിനൊക്കെ വേണ്ട സ്വിച്ചസ് നമുക്ക് വരക്കണം. ഇപ്പോൾ സ്വിച്ചസ് നോക്കിയാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷന് ഒരു ഫാനും ഒരു ലൈറ്റ് പോയിൻറ്റും. ഇപ്പോൾ മൊത്തം 3 ലൈറ്റും ഒരു ഫാനും ഉണ്ട്. അപ്പോൾ 3 ലൈറ്റും ഒരു ഫാനിലും ഒരു ലൈറ്റ്, അതേപോലെ ഈ ഒരു ഫാനും 2-വേ സ്വിച്ചസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിട്ടുണ്ട്, ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റും ഈ ഒരു ഫാനും 2-വേ സ്വിച്ചസ് വെച്ചിട്ട് കണക്ട് ചെയ്യണം. 2-വേ സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, അതേപോലെ ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് ആണ്. അതാണ് 2-വേ സ്വിച്ചസ് എന്ന് പറഞ്ഞത്. 2 സൈഡിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള സ്വിച്ചുകൾ ഉണ്ടാവും. ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല 2 സൈഡ് സ്വിച്ച് ബോർഡിൽ നിന്ന് തന്നെ ഒരു ലൈറ്റ് സോഴ്സിനെ അല്ലെങ്കിൽ ഒരു ഫാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സ്വിച്ചസിനെയാണ് നമ്മൾ 2-വേ സ്വിച്ചസ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2-വേ സ്വിച്ച് വേണം. അപ്പോൾ അത് നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 2 2-വേ സ്വിച്ചസ് ഉണ്ട്, കാരണം ഒരു ലൈറ്റിനും ഒരു ഫാനിനും. അതേപോലെ അപ്പുറത്തിലും എന്ത് വേണം, ഒരു ലൈറ്റും ഒരു ഫാനിനും വേണ്ടിയിട്ടുള്ള 2-വേ സ്വിച്ചസ് വേണം. ഇപ്പോൾ നമ്മൾ ഒരു ലൈറ്റും ഒരു ഫാനിനുള്ള സ്വിച്ചസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇനി 2 ലൈറ്റ് സോഴ്സ് ബാക്കിയുണ്ട് അല്ലേ.
ഇപ്പോൾ ഒരു ലൈറ്റ് ഒരു ഫാനുമായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 ലൈറ്റ് സോഴ്സാണ്. അപ്പോൾ ഈ 2 ലൈറ്റ് സോഴ്സിന് വേണ്ട 2 സ്വിച്ചസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് സിംഗിൾ വേ സ്വിച്ചാണ്. അപ്പോൾ 2 സിംഗിൾ വേ സ്വിച്ച് നമുക്ക് ഒന്ന് ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്നും അതേപോലെ ഒന്ന് ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്വിച്ചസ് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഒരു ഒരു 1 വേ സ്വിച്ചും ഇവിടെ ഒരു 1 വേ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ 2 2 വേ സ്വിച്ചസായി, ഒരു 1 വേ സ്വിച്ചായി ഒരു ബോർഡിൽ, ഇവിടെ 2 2 വേ സ്വിച്ചും ഒരു 1 വേ സ്വിച്ചുമായി. ഇപ്പോൾ 2 2 വേ സ്വിച്ചസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫാനും ഒരു ലൈറ്റ് പോയിൻറ്റിനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഒരു 2 വേ സ്വിച്ചും ഇവിടുത്തെ ഒരു 2 വേ സ്വിച്ചും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അത് ഒരു ഫാനിലോട്ടോ ഒരു ലൈറ്റിലോട്ടോ കൊടുക്കും. അതേപോലെ അടുത്ത 2 വേ സ്വിച്ചും ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ ഒരു 1 വേ സ്വിച്ചും ഇവിടുത്തെ ഈ ഒരു 1 വേ സ്വിച്ചും നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോരോ ലൈറ്റ് സോഴ്സിലോട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇനി നമുക്ക് കണക്ഷൻസ് നോക്കാം. നമുക്കറിയാം നമ്മളെ കയ്യിലിപ്പോൾ ഒരു ഫേസ് ഉണ്ട്, ഒരു ന്യൂട്രലുണ്ട്, അല്ലെങ്കിൽ ഒരു ലൈൻ വയർ, കറണ്ടുള്ള ഒരു വയർ നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തുന്ന ആ ഒരു ലൈൻ വയറുണ്ട്, ന്യൂട്രൽ വയറുണ്ട്. അപ്പോൾ ലൈൻ വയറിനെ റെഡായിട്ടും ന്യൂട്രൽ വയറിനെ ബ്ലാക്ക് ആയിട്ടും ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ്. നമുക്ക് കണക്ഷൻസിലോട്ട് കിടക്കാം. ഇപ്പോൾ കണക്ഷൻസിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലൈൻ വയറുണ്ട്, അതായത് കറണ്ടുള്ള വയർ. നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന നേരത്ത് കറണ്ട് കാണിക്കുന്ന വയർ, അതിപ്പോൾ റെഡിൽ ഞാൻ കാണിക്കും. അതേപോലെ പിന്നെ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളത് ന്യൂട്രലാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ലാമ്പ് 3 ലോഡും 4 ലോഡാണുള്ളത്. അതിൽ 3 ലൈറ്റ് ലോഡും ഒരു ഫാൻ ലോഡും ഉള്ളത്. അപ്പോൾ ഈ 3 ലൈറ്റ് ലോഡിലും നമുക്കറിയാം ഒരു ഫേസ് ഉണ്ടാവും, ഒരു ന്യൂട്രൽ ഉണ്ടാവും. അതേപോലെ ഈ ഒരു ഫാനിലും ഉണ്ടാവും ഒരു ഫേസും ഒരു ന്യൂട്രലും ഉണ്ടാവും. അങ്ങനെ കറണ്ടുള്ള ഒരു വയറും ഉണ്ടാവും, ഒരു ന്യൂട്രൽ വയറും ഉണ്ടാവും, ഒരു ലൈനും ഒരു ന്യൂട്രലും ഉണ്ടാവും. എന്നാൽ നമുക്കറിയാം ഈ ഒരു ലോഡ് വർക്ക് ചെയ്യുള്ളൂ. ഈ ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കറണ്ടുള്ള വയറും കറണ്ടില്ലാത്ത വയറും വരണം. അതേപോലെയാണ് ഈ 3 ലൈറ്റ് സോഴ്സും. പിന്നെ 2 ലോഡ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ 2 പ്ലഗ്ഗാണ്. ഈ പ്ലഗിലും ഒരു ന്യൂട്രലും ഉണ്ടാവും, ഒരു ഫേസും ഉണ്ടാവും. അപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ച് കാണിച്ചിട്ടുള്ളതൊക്കെ ന്യൂട്രലും റെഡ് വെച്ച് കാണിക്കാൻ പോകുന്നത് ലൈനുമാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഞാനിപ്പോൾ ഈ ഒരു ബൾബിൽ ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ബൾബിലോട്ടും ഒരു ബ്ലാക്ക് ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൾബിലോട്ടും ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാനിൽ നിന്ന് ഒരു ന്യൂട്രൽ ഒരു കോമൺ ന്യൂട്രൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സോക്കറ്റിൽ ഒരു ഫേസും ഒരു ന്യൂട്രലും വേണം. അപ്പോൾ ആ ഒരു ന്യൂട്രലും ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സോക്കറ്റിൽ നിന്നും ഒരു ന്യൂട്രലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു കോമൺ ന്യൂട്രലിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ഫേസ് ഉണ്ട്. ഇനി ഫേസിൻ്റെ കണക്ഷൻ എങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഓരോ സ്വിച്ചിൽ നിന്ന് നമുക്ക് കണക്ഷൻ എടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ന്യൂട്രൽ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ 2 വേ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ 2 ടെർമിനൽസ്, ഇപ്പോൾ ഈ ഒരു സ്വിച്ച് എടുക്കുകയാണെങ്കിൽ അതേപോലെ ഈ രണ്ട് 2 വേ സ്വിച്ചസ് ആണ് നമ്മൾ ഒരു ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് കരുതുക. അതേപോലെ ഈ ഒരു സ്വിച്ചുമാണ് നമ്മൾ ഈ 2 2 വേ സ്വിച്ചാണ് നമ്മൾ മറ്റൊരു ലോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നത് കരുതുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ ഒരു 2 വേ സ്വിച്ചസിൻ്റെ താഴെയുള്ള ഒരു ടെർമിനലിൽ നിന്ന് ഏത് 2 വേ സ്വിച്ചാണോ അത് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു 2 വേ സ്വിച്ചിൻ്റെ താഴോട്ടും, അതേപോലെ ഈ 2 ടെർമിനൽസ് ഈ ഒരു മുകളിലുള്ള ഒരു ടെർമിനലും ഇതിൻ്റെ മുകളിലോട്ടും, ഇതിൻ്റെ താഴെയുള്ള ടെർമിനൽ ഇതിൻ്റെ താഴോട്ടും കണക്ട് ചെയ്യുക. ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം അതെങ്ങനെ വരിക എന്നുള്ളത്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 2 2 വേ സ്വിച്ചസ് ഉണ്ടെന്ന് കരുതുക. ഇത് രണ്ട് 2 വേ സ്വിച്ചാണെന്ന് കരുതുക. എന്നിട്ട് ഒരു 2 വേ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ 1 2 3 പോയിൻ്റ് ഉണ്ടാവും. അതേപോലെ ഇവിടെയും 1 2 3 അങ്ങനെ 3 പോയിൻ്റ് ഉണ്ടാവും. ഒരു 2 വേ സ്വിച്ചാണ് ഈ കാണുന്നത്. ഈ കാണുന്നൊരു 2 വേ സ്വിച്ചും, അതേപോലെ എൻ്റെ തൊട്ട് താഴെയുള്ള ഇത് വേറൊരു 2 വേ സ്വിച്ചും ആണെങ്കിൽ ഈ 2 2 വേ സ്വിച്ചുകൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വേ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു 2 വേ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് അടുത്ത 2 വേ സ്വിച്ചിൻ്റെ മുകളിലോട്ട്, 2 വേ സ്വിച്ചിൻ്റെ താഴെ നിന്ന് അടുത്ത 2 വേ സ്വിച്ചിൻ്റെ താഴോട്ടും, പിന്നെ മിഡിലത്തെ 2 ലെഗുകൾ ഉണ്ടാവും. ഈ ഒരു ലെഗിലോട്ടാണ് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുക. ഈ ഒരു ലെഗിലോട്ടാണ് നമ്മൾ ലോഡിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഫാന് ലൈറ്റ് അതിലോട്ട് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കണക്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ 2 വേ കണക്ഷൻ എങ്ങനെ വരിക നമുക്ക് നോക്കാം. ഇപ്പോൾ 2 2 വേ സ്വിച്ച് എടുത്തു. കണ്ടോ, ഒരു 2 വേ സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനലിൽ നിന്ന് ഈ ഒരു 2 വേ സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇനി ഇതേപോലെ ഈ 2 വേ സ്വിച്ചിൻ്റെ താഴെ നിന്ന് അടുത്ത 2 വേ സ്വിച്ചിൻ്റെ താഴത്തോട്ട് കണക്ട് ചെയ്യുന്നു. ഇനി ഇതേപോലെ അടുത്ത സ്വിച്ചസിലും ചെയ്യുന്നു.
കാരണം ഈ രണ്ട് 2 വേ സ്വിച്ചിൻ്റെ താഴത്തെ 2 ടെർമിനലും മുകളിലത്തെ 2 ടെർമിനലും എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കണക്ഷൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വിച്ചിലോട്ട് നമുക്ക് ഇവിടുന്ന് ഫേസിൽ നിന്നൊരു കണക്ഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്വിച്ചിൻ്റെ മുകളിലത്തെ ഈ ഒരു ടെർമിനലിലോട്ടാണ് നമ്മുടെ സപ്ലൈ വരേണ്ടത്. സപ്ലൈയുടെ ലൈൻ വയർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്തതിൻ്റെ മുകളിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് 3 സ്വിച്ചിൻ്റെ ഒരു സ്വിച്ചിലാണ് നമ്മൾ ഫേസ് കണക്ട് ചെയ്യുക. സ്വിച്ചിലാരും ന്യൂട്രൽ കണക്ട് ചെയ്യാറില്ല. ഫേസിൻ്റെ ഈ ലൈൻ വയർ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്തു, എല്ലാ സ്വിച്ചിൻ്റെ ഒരു ലെഗിലോട്ട് കണക്ട് ചെയ്തു. സ്വിച്ചിൻ്റെ അടുത്ത ടെർമിനലിലോട്ട് ഇപ്പോൾ ഈ 2 സ്വിച്ചസും 2 വേ കണക്ഷനിലോട്ട് കൊടുത്തു. ഇനി ഇവിടെ ബാക്കിയുള്ള ഈ ഒരു സിംഗിൾ വേ കണക്ഷനുണ്ട്, ഇവിടെ ഒരു സിംഗിൾ വേ കണക്ഷനുണ്ട്. ഇനി ബാക്കിയുള്ള കണക്ഷൻസിലോട്ട് പോകാം. ഞാൻ ഇവിടുന്ന് 3 ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 3 കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്വിച്ചിൻ്റെ താഴ്ന്നൊരു കണക്ഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ ആ സ്വിച്ചിൻ്റെ താഴ്ന്നൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഫാനിൻ്റെ ഒരു ഫേസ് കണക്ഷൻ ബാക്കിയുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കണക്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഫാനും ഒരു ലൈറ്റ് പോയിൻറ്റുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2 വേ സ്വിച്ചായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 വേ സ്വിച്ച് ഉണ്ട്. ഈ 2 സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിരുന്നു. ഇതിൻ്റെ ഔട്ടിൽ നിന്നാണ് നമ്മൾ ലോഡിലോട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2 വേ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലോട്ട് മിഡിൽ ടെർമിനലിലോട്ട് സപ്ലൈ വരുന്നു. അടുത്ത മിഡിൽ ടെർമിനലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഈ ലോഡിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു സ്വിച്ച് നമ്മൾ മുകളിൽ ഒന്ന് ഫാനിലോട്ടും കണക്ട് ചെയ്യണം. അതേപോലെ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ഫാനിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടോ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫാനിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതൊരു ലൈറ്റ് ലോഡിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫാനിലോട്ടും ലൈറ്റ് ലോഡിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ വേ 1 വേ സ്വിച്ചിൻ്റെ കണക്ഷൻസിലോട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്വിച്ചിൽ നിന്നും ഞാൻ എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഒരു ലൈറ്റ് ലോഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു 1 വേ സ്വിച്ചിൽ നിന്നും നമുക്ക് ഈ ഒരു ലൈറ്റ് ലോഡിലോട്ട് കണക്ട് ചെയ്യാം. അതും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഈ ഒരു സ്വിച്ചിലോട്ടുള്ള സപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ചിലോട്ടുള്ള സപ്ലൈ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോക്കറ്റ് 2 സോക്കറ്റ് ഉണ്ട് ഇവിടെ. 2 സോക്കറ്റിലോട്ടും അതേപോലെ എർത്ത് നിന്ന് എടുക്കണം. ആ ഒരു കണക്ഷനും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ബാക്കിയുള്ള കണക്ഷൻസ് കൊടുക്കാം. ബാക്കിയുള്ളത് സ്വിച്ചിൽ നിന്നുള്ള 2 ഫേസ് വയർ നമുക്ക് സപ്ലൈയിലോട്ട് കൊടുക്കണമായിരുന്നു. ഈ 2 ലൈൻ വയർ സപ്ലൈയിലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എർത്ത് വയറിൻ്റെ ആവശ്യമുണ്ട്. കണ്ടോ, അപ്പോൾ ഞാൻ 2 സ്വിച്ചിൻ്റെയും മുകളിലത്തെ 2 ടെർമിനലിലോട്ട് എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലീനായിട്ട് കാണിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് വയറാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം ഇവിടെ 3 ലൈറ്റ് ലാമ്പുകളുണ്ട്, ഒരു ഫാനുണ്ട്, 2 പ്ലഗ് ഉണ്ട്. ഇത്രയും ലോഡുകളാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ലൈറ്റ് ലോഡും 1 വേ സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് ലോഡിൽ നിന്ന് ഇങ്ങനെ വന്ന് സപ്ലൈയിലോട്ട് പോകുന്നു. അതേപോലെ ഈ ഒരു ലൈറ്റ് ലോഡും ഒരു 1 വേ സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. 1 വേ സ്വിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സപ്ലൈ ഇങ്ങനെ വന്ന് ഈ ലൈറ്റ് ലോഡ് ഇറങ്ങിയിട്ട് ഇതിലൂടെ പോകുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് ലോഡും 1 വേ സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് ലോഡും ഈ ഒരു ഫാനും 2 വേ സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ലോഡിന് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റത്തെ 2 വേ സ്വിച്ചിലോട്ടും ഈ ഒരു ഫാനിനെ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ 2 വേ സ്വിച്ചിലോട്ടുമാണ്. പിന്നെ ഈ 2 സോക്കറ്റിലും ന്യൂട്രലും എടുത്തിട്ടുണ്ട്. അതേപോലെ ഫേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു സോക്കറ്റ് എർത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ എർത്തും ചെയ്തിട്ടുണ്ട്. എല്ലാ കണക്ഷൻസും ബാക്കിയുള്ള എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ 2 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്വിച്ചിൻ്റെ താഴത്തെയും മുകളിലത്തെയും 2 ലെഗുകൾ അടുത്ത സ്വിച്ചിൻ്റെ നേരെ താഴത്തെയും മുകളിലത്തെയും ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു 2 വേ സ്വിച്ചിൻ്റെ മിഡിലത്തെ ഒരു ലെഗിലോട്ട് സപ്ലൈ ചെയ്യും. അതേപോലെ അടുത്ത 2 വേ സ്വിച്ചിൻ്റെ മിഡിലത്തെ ലെഗിലോട്ട് ലോഡ് കണക്ട് ചെയ്യുക. ഇതേപോലെ ഈ 2 2 വേ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കണക്ഷനും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വയറിംഗ് പ്രോബ്ലം. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് വയറിംഗ് ചെയ്യേണ്ടത്.